സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ്സ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റീ അപ്ലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈം വരെ റീ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉള്ള സ്റ്റുഡൻസ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. നമ്മൾ നടത്തുന്ന ഡിഗ്രി ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് തികച്ചും സൗജന്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പൊ അസൈൻമെന്റ് പലരും സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ അസൈൻമെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ, അതായത് അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുന്നത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് ദിവസം വരെ നമുക്കിപ്പോൾ റീ അപ്ലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അസൈൻമെന്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന് താഴേക്ക്, അതായത് അസൈൻമെന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്ത് കണ്ടതിന് ശേഷം അസൈൻമെന്റ് ഫസ്റ്റ് അല്ലെങ്കിൽ അസൈൻമെന്റ് സെക്കൻഡ്, ഏത് അസൈൻമെന്റ് ആണോ മിസ്റ്റേക്ക് ആയിട്ടുള്ളത് ആ അസൈൻമെന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു സ്ക്രീൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ സ്ക്രീനിനകത്ത് അപ്ഡേറ്റ് അസൈൻമെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ അപ്ഡേറ്റ് അസൈൻമെന്റ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ പുതിയ അസൈൻമെന്റ് റീ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ചെയ്യുന്ന ആ ഒരു ടൈം വരെ മാത്രമേ നമുക്ക് ഒരു റീ അപ്ലോഡഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. വാല്യുവേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് വേണം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റീചെക്ക് ചെയ്ത് ഇത്തരത്തിൽ നിങ്ങളത് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പൊ അസൈൻമെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റീചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ടൈമാണ് നമുക്ക് ഈ ഒരു വാല്യുവേഷന്റെ മുൻപ് വരെയുള്ള ടൈം. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും തന്നെ ചെക്ക് ചെയ്യുക. ഇവിടെ നിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്